ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് മലപ്പുറം സ്പെഷ്യൽ നൈസ് പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ചോറ് കൊണ്ട് വളരെ നൈസായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കാം കേട്ടോ. എമൗണ്ട്സിനനുസരിച്ച് നമ്മൾ എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ചോറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് മിക്സാക്കി ജ്യൂസാക്കി എടുക്കുന്നത്. നല്ല ജ്യൂസി കൺസിസ്റ്റൻസി ആയിരിക്കും വേണ്ടിയത്. തിക്കി കൺസിസ്റ്റൻസി അല്ല, നല്ല ജ്യൂസി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ച് ജ്യൂസി കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് അളന്നൊഴിക്കാം. നമ്മൾ സെയിം പൊടി അളക്കുന്ന ഗ്ലാസ്സിലേക്ക് വേണം അത് അളന്നൊഴിക്കാൻ. അപ്പോൾ ഞാനിതാ ഇവിടെ 1.5 കപ്പാണ് ജ്യൂസ് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ അരക്കപ്പും കൂടി വെള്ളം ചേർത്തിട്ട് 2 കപ്പ് പൊടിയാണ് വാട്ടിയെടുക്കുന്നത്. സാധാരണ എനിക്ക് 2 കപ്പ് വേണം, അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്തത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രത്തോളം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാനിപ്പോൾ മൊത്തം 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. സാധാരണ പൊടിയൊക്കെ വാട്ടുന്ന പോലെ തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അരച്ച ചോറിൻ്റെ മിക്സ് താഴെ വന്നിട്ടൊന്ന് ജസ്റ്റ് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.5 കപ്പ് പൊടി ഇവിടെ അളന്ന് വെച്ചതാണ്. കാരണം 1.5 കപ്പ് വെള്ളമാണല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ 1.5 കപ്പ് പൊടി ഇവിടെ അളന്ന് വെച്ചതുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ സാധാരണ പൊടിയൊക്കെ വാട്ടുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കാം. പത്തിരിക്കൊക്കെ സാധാരണ വാട്ടുന്നത് പോലെ അങ്ങ് വാട്ടിയെടുക്കാം. നമ്മളിത് വാട്ടിയെടുക്കുമ്പം ലൂസാണെന്ന് തോന്നും. അങ്ങനെ ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ തന്നെ മതി. ഇതിന് കറക്റ്റ് മെഷർമെൻറ്റാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇന്ന് നന്നായിട്ടൊന്ന് വാട്ട, എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫാക്കി നന്നായിട്ടൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ വെള്ളമൊക്കെ പത്തിരിയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കുഴച്ചെടുക്കാം. പിന്നെ ഇതാ നമ്മൾ വാട്ടി കഴിഞ്ഞാൽ സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് തൊട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തൊട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് കുഴച്ച് ഒരു നല്ല ഡോ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ പുറം ഭാഗത്താണ് നമുക്ക് ഓയിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു ബോൾസ് ആക്കി എടുക്കുകയാണ്. സാധാരണ പത്തിരിക്കൊക്കെ എത്രത്തോളം വലിപ്പെടുക്കും അത്രത്തോളം ആക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കംപ്ലീറ്റ് ബോൾസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിലാട്ടോ പരത്തിയെടുക്കുന്നത്. കുറച്ച് പൊടി ഈ ഒരു പലകമല പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നീണ്ട് കിട്ടും കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. എന്നിട്ട് ഒരു സൈഡിൽ മാത്രം പൊടിയാക്കിയിട്ട് ഇതുപോലെ മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 2ാമത്തെ പത്തിരിയും ഇവിടെ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ മാത്രം പൊടിയാക്കി കൊടുക്കുകയാണ്. നമുക്ക് പത്തിരിക്ക് ഒരുപാട് അങ്ങ് പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രം പൊടി യൂസ് ചെയ്തിട്ട് പത്തിരി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതാ ബാക്കിയുള്ള കംപ്ലീറ്റ് പത്തിരി ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചുട്ടെടുക്കണം. അപ്പോൾ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായപ്പോൾ ഞാനിതാ പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പത്തിരി ഒരു സൈഡ് ഒരു 30 സെക്കൻഡ് വെന്തതിന് ചൂടായതിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് നീക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പത്തിരി പിന്നെ ഇതുപോലെ നീക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീക്കി കൊടുക്കാം. തൂവെള്ള പത്തിരി കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചെടുക്കുന്നത്.
അപ്പോൾ അതാ ഞാൻ മറിച്ചിട്ടെടുത്തപ്പോൾ അതാ നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നെങ്കിൽ മാത്രമേ ഇതുപോലെ അങ്ങ് പൊങ്ങി വരുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് കൂട്ടി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുമോ എന്നുള്ളതൊക്കെ എല്ലാവർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു മെഷർമെൻറ്റിൽ വെച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.